കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണമൊക്കെ പുറത്തു വരുന്നുണ്ട്. അതനുസരിച്ച് ആ ഭാഗത്ത് ഈ കടാവർ നായ്ക്കളെ ഉപയോഗിച്ച പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ ഹിറ്റാച്ചികൾ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഫയർഫോഴ്സും ഒപ്പം സിവിൽ ഡിഫൻസും മറ്റ് സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള ആളുകൾ തിരച്ചിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ട് പോകുന്നു. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ജീവനോടെ തന്നെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. NDRFിന്റെ സംഘം ആ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. മഴ അല്പം മാറി നിൽക്കുന്നു. പക്ഷേ ഈ മീനാക്ഷി പുഴയിലെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ഒട്ടും കുറവില്ല. എതിർഭാഗത്ത് വാഹനങ്ങളടക്കം മണ്ണിൽ പൂണ്ടു കിടക്കുകയാണ്. അതിന്റെ മണ്ണിനടിയിലാണ് ആ വാഹനങ്ങൾ അടക്കമുള്ളത്. വിനീത, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 3 ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ അവിടേക്ക് വിന്യസിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. മന്ത്രിമാരടക്കം അല്പസമയത്തിനകം അവിടെ എത്തും. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. NDRF സംഘം പരമാവധി ആളുകളെ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതിനൊപ്പം തന്നെ നാട്ടുകാരായ സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് നിൽക്കുകയാണ്. മണ്ണ് നീക്കം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധി അവിടെയുണ്ട്. പക്ഷെ പരമാവധി ശ്രമങ്ങൾ ഉണ്ടാവുകയാണ്. കാണാതായ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. 7 പേരെയാണ് കാണാനുള്ളത്. 9 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 7 പേരെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിക്കേറ്റ ആളുകളുടെ കാര്യത്തിൽ വലിയ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ. ഇപ്പോഴും തൊട്ട് മുൻപ് കൊണ്ടുവന്ന ആളുമായി ഇപ്പോൾ ആംബുലൻസ് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. 7 പേരുടെ വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. അവരാരൊക്കെ എന്നത് സംബന്ധിച്ച് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് പരിശോധനകൾ തുടരുന്നത്? മാധു, ഈ മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കുന്ന കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളൊരു കാര്യമാണ് ഉദ്യോഗസ്ഥർ അടക്കം